റീസെൻ്റ് ആയിട്ട് ഞങ്ങളുടെ ഫുൾ ഫാമിലി അല്ല, ഞങ്ങളൊരു 10 ഫാമിലീസും കൂടി വിയറ്റ്നാം പോയി. അതിന് ഞങ്ങളുടെ ഫാമിലി മാത്രമായിട്ട് ഇന്തോനേഷ്യയിൽ പോയിരുന്നു. അതിന് വളരെ മുമ്പ് എൻ്റെ അനിയത്തി US-ലാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട്, ഇതൊക്കെ കുറേ പ്ലാൻ ചെയ്താലും നടക്കുമോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ മാറ്റിയെടുത്ത് വെച്ച് കുറേ അവരെത്തുമ്പോൾ ഇനി പോവാ എന്ന് വിചാരിക്കുമ്പോൾ പോകുന്നുണ്ട്. എങ്ങനെയാ ഒരുപാട് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് നടക്കുന്ന കൂടുതലാണോ അതോ പെട്ടെന്നുള്ള പ്ലാനിങ്സ് ആണോ കൂടുതൽ വർക്ക്ഔട്ട്? ചില കാര്യങ്ങളിൽ പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷേ കൂടുതൽ കാര്യങ്ങളും പ്ലാൻ ചെയ്ത പോലെയല്ല പെട്ടെന്ന് നടക്കാറുള്ളത്. ലൈഫും അങ്ങനെ തന്നെയാണോ ചേട്ടൻ? പ്ലാൻ ചെയ്ത പോലത്തെ ലൈഫാണോ അതോ നാച്ചുറലി ഹാപ്പൻഡ് ആണോ ലൈഫ്? അല്ല, പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ ഐ വാണ്ടഡ് ടു ബിക്കം ആൻ ആക്ടർ. വെദർ ഐ ബിക്കം ആൻ ആക്ടർ എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് വാനോളം നമുക്ക് പ്ലാൻ ചെയ്യാം. എനിക്ക് ഓസ്കർ അവാർഡ് വേണമെന്ന് എനിക്ക് പ്ലാൻ ചെയ്യാം. പക്ഷെ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ ഓൺലി ലൈഫ് വിൽ ടെൽ യു, ഓൺലി ടൈം വിൽ ടെൽ യു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ചെയ്യേണ്ട എഫേർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. പക്ഷെ ഞാൻ എന്ത് വരുന്നതിനും ഒരു ഗിഫ്റ്റായിട്ട് കാണുന്ന ആളാണ്. ബിക്കോസ് നമ്മൾ ഈ ഇത് സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ അവർ പറയുന്ന ചാൻസ് ഓഫ് എ പേഴ്സൺ ബീങ് ബോൺ ഈസ് എത്രയോ മിനിസ്ക്യൂളാണ് അത്ര ഒരു പെർസെൻറ്റേജിൽ. അപ്പോൾ ആ മിനിസ്ക്യൂൾ മൈനോറിറ്റിയിലാണ് മോളും ഞാനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈഫ് കിട്ടിയെന്ന് തന്നെ ഉള്ളത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. ഓരോ ഡേയും ഓരോ മിനിറ്റും ഞാനൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. സോ ഐ എൻജോയ് എവറിത്തിങ്. ഞാൻ ഒന്നിനും നെഗറ്റീവായിട്ട് കാണാൻ എത്ര പറ്റാവുന്ന ആവും. ചില സമയത്ത് നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ വരും, പക്ഷേ 99% ഞാൻ നെഗറ്റിവിറ്റി മാറ്റി വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പിന്നെ വെറുതെ പ്ലാൻ ചെയ്തിട്ട് അത് നടന്നില്ലെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. സോ ഐ പ്ലാൻ, ബട്ട് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഡസൻറ്റ് മാറ്റർ, നെക്സ്റ്റ് പ്ലാൻ ബി. ആ ഒരു പോസിറ്റിവിറ്റി തന്നെ മതിയല്ലോ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. അതെ. ഒരു റോൾ മോഡൽ ഉണ്ടോ ലൈഫില്? ഡെഫിനറ്റ്ലി ഉണ്ട്. അച്ഛനമ്മ. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വിശ്വസിക്കുന്ന ഡിവിനിറ്റി, എനിക്ക് ബാക്കി ഡിവിനിറ്റി എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അൺകണ്ടീഷണൽ ലവും നമ്മളെ ക്രിയേറ്റ് ചെയ്ത ഒരാൾ ക്രിയേറ്റർ എന്നുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയാണ്. അവരാണ് ക്രിയേറ്റ് ചെയ്തത്, അവരാണ് അൺകണ്ടീഷണൽ ലവ് തരുന്നത്. പിന്നെ അൺകണ്ടീഷണൽ ലവ് തരുന്നത് നമ്മുടെ ചിൽഡ്രനാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ റോൾ മോഡൽ അച്ഛനമ്മയും മാത്രമായിരിക്കില്ല, എൻ്റെ ചിൽഡ്രൻ ആർ മൈ റോൾ മോഡൽ. മേ ബി മൈ വൈഫ് ഈസ് ഓൾസോ മൈ റോൾ മോഡൽ. ബിക്കോസ് ഒരുപാട് കാര്യം ഞാൻ അവരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ വയസ്സിൽ മക്കളെക്കാട്ട് മൂത്തതാണെങ്കിലും ഒരു കാലത്ത് അവർ അച്ഛനമ്മയും പഴയ ജെന്നാണ്, ഞാൻ ന്യൂ ജെൻ എന്ന് വിചാരിച്ചെങ്കിലും ഇപ്പോൾ ഞാൻ ഇത്തിരി പഴയ ജെന്നായി. പക്ഷെ എന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ നോക്കുമ്പോൾ പക്ഷേ ഞാൻ പലതും മനസ്സിലാക്കിയത് ദേ വർ റൈറ്റ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പുച്ഛിച്ചതും അല്ലെങ്കിൽ അവർക്കറിയില്ല ഇതാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് ദേ വർ റൈറ്റ് ആൻഡ് മൈ ചിൽഡ്രൻ വർ റൈറ്റ്. അങ്ങനെ ചേട്ടന് അത്ഭുതപ്പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ലൈക്ക് നമ്മുടെ ഈ ഒരു ചേട്ടൻ്റെ മക്കളെ ഇപ്പോൾ നമുക്കൊരു ന്യൂ ജനറേഷൻ, നമ്മുടെ ഒരു ജനറേഷനായിട്ട് കാണാം. അങ്ങനെ ചേട്ടൻ ഇവർക്കിത് അറിയോ, ലൈക്ക് അങ്ങനെ പോയി വണ്ടർ അടിച്ച ഒരു സിറ്റുവേഷൻ? ഡെഫിനറ്റ്ലി. എന്താ പറഞ്ഞാൽ ഒരു കോവിഡിൻ്റെ ടൈമിലൊക്കെ നാച്ചുറലി എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ ഒരു ക്രൈസിസ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഞാനത് ഫേസ് ചെയ്ത് തന്നെ പിള്ളേർ പറഞ്ഞൊരു മെത്തേഡാണ്. ഇൻ ദ സെൻസ് അവർ ഡിസിപ്ലിൻഡ് എങ്ങനെ ആവണം, നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവരാണ് എനിക്ക് കുറേയും കൂടി കാണിച്ചു തന്നത്. ഡോണ്ട് ടേക്ക് ഓൺ ലയബിലിറ്റീസ് ബട്ട് എൻജോയ് ലൈഫ് അറ്റ് ദ സെയിം ടൈം ബി വെരി കെയർഫുൾ. അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ പ്രഷർക്ക് ബോറാവും. പക്ഷേ യെസ്, ഐ വാസ് വെരി സർപ്രൈസ്ഡ്. അതേപോലെ തന്നെ ഈവൺ നമ്മുടെ ആർട്ടിൻ്റെ കാര്യത്തിൽ, ജീവിതത്തിൻ്റെ കാര്യത്തിൽ, ധൈര്യത്തിൻ്റെ കാര്യത്തിൽ ഞാനൊക്കെ വിചാരിച്ച് നമ്മൾ ഭയങ്കര തൻ്റെയുള്ള ആൾക്കാരെന്നാണ്. അപ്പോൾ എൻ്റെ അച്ഛനമ്മയും ചില സമയത്ത് കാണിച്ചിട്ടുള്ള തൻ്റെയിടം കാണുമ്പോൾ ഇതാണ് റിയൽ ബ്രേവറി, നമ്മൾ കാണിക്കുന്ന ഒന്നുമല്ല ഊച്ചാളിത്തരമാണെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ചേട്ടൻ ലൈഫിലെടുത്ത ഏറ്റവും ധൈര്യമായിട്ടെടുത്ത് ആൻഡ് ആ ഒരു തീരുമാനം ഏറ്റവും റൈറ്റ് ആയിട്ട് തോന്നിയ ആ തീരുമാനം എന്തായിരിക്കും? ആക്ടർ ആവുക എന്നുള്ളത്. ബിക്കോസ് അത് ധൈര്യത്തോടെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഞാൻ ആ തീരുമാനം എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രോജക്റ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിം കയ്യിലുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ എൻ്റെ ബിസിനസ് നിർത്തി ചെറിയച്ചന്മാർക്ക് ഏൽപ്പിച്ച് ഇനി ഞാനൊരു ആക്ടറാവും പറഞ്ഞ് ഫെബ്രുവരി 7 2002 അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫുൾ ടൈം ഇനി ആദ്യം ചെയ്യുള്ളൂ. അതിനുമ്പോൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഡ്സിലൊക്കെ ബാക്കിൽ എന്താ കോപ്പി റൈറ്റിംഗ് ചെയ്യാനൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഞാൻ ആക്ടറാവും എന്ന് 2002 ഫെബ്രുവരി 7 ഇറങ്ങിയത്. അന്ന് എൻ്റെ അടുത്ത് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അപ്രോക്സിമേറ്റ്ലി 24 years കഴിയുമ്പോൾ ഞാൻ ആം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് നൂർ ഗീവിങ് യു ആൻ ഇൻ്റർവ്യൂ. സോ മൈ ഡിസിഷൻ വാസ് റൈറ്റ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. അല്ലേ? അതെ. ആ ഒരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഒക്കെ മാറ്റി വെച്ചിട്ട് പൊട്ടധൈര്യം എന്നും പറയാം. പക്ഷേ നമുക്ക് വേണ്ട ആഗ്രഹമാണത്. ലക്ക്. യെസ്, ലക്ക് ഇസ് എ ബിഗ് ഫാക്ടർ. ഹാർഡ് വർക്ക് വേണം. ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ലക്ക് വന്ന് വീഴുന്നത്. നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കേണ്ട വീട്ടിലിരുന്ന് ഇങ്ങനെ സോഫയിലിരുന്ന് ആലോചിച്ചോണ്ടിരുന്ന ലക്ക് മടിയിൽ വന്ന് വീഴില്ല. ഈ ലക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഓപ്പർച്യൂണിറ്റി തേടി നടക്കുമ്പോഴാണ് ലക്ക് മടിയിൽ വന്ന് വീഴുന്നത്. നമ്മൾ ഓപ്പർച്യൂണിറ്റി തേടി ഓരോരുത്തരെ പോയി കാണുമ്പോഴും നമ്മളെ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ അവർ ഇംപ്രസ്ഡ് ആയിട്ട് നമുക്കൊരു റോളോ അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. സോ യു ക്രിയേറ്റ് യുവർ ഓൺ ലക്ക്. ലൈഫിൽ എപ്പോഴെങ്കിലും
ഇപ്പം ഇത്രയും റിസ്ക് എടുത്ത് വന്ന ആളാണ്, നമ്മൾ ഇത്രയും 25 years ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ലൈഫ് ഹാസ് അപ്സ് ആൻഡ് ഡൗൺസ് അല്ലേ? അപ്പോൾ എപ്പോഴെങ്കിലും ലൈഫിൽ സ്റ്റക്കായി നിന്ന ആ ഒരു പോയിന്റ് ഉണ്ടോ? കോവിഡ് ടൈമിലൊക്കെ സ്റ്റക്ക് തന്നെയായിരുന്നു. റിയലി ഡിഡ് നോ. എന്താ പറഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചില പ്രോജക്ട്സ് നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അത് എൻ്റെ പ്രോജക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ഞാനൊരു കൺഫ്യൂസ് സ്റ്റേജിലായിരുന്നു. ഒരു 7-8 months ഒക്കെ ശരിക്കും ഒരു എന്താ ഇത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നോക്കൂ, ആ സമയത്ത് വേറെ സപ്പോർട്ട് സിസ്റ്റം, അവിടെയാണ് ഈ ഫാമിലിയൊക്കെ ഉള്ളിൽ വരുന്നത്. നമ്മൾ ആ സപ്പോർട്ട് സിസ്റ്റം കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യം വരും. പിന്നെ ലക്കിലി പിന്നെ വന്നപ്പോൾ ഒരൊറ്റ ഫ്ലോയിൽ വന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് എന്നല്ലാതെ അങ്ങനെ വലിയൊരു ഗ്യാപ്പ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ചേട്ടാ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇപ്പം ഓൾ ആർ ആർട്ടിസ്റ്റ് അല്ലേ, എല്ലാവരും ആക്ടേഴ്സാണ്. ബട്ട് സിനിമ ആക്ടേഴ്സിന് സീരിയൽ ആക്ടേഴ്സിനേക്കാളും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ആളുകൾ കൂടുതൽ ബയസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അതൊരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഞാനും സിനിമ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ഈ ആത്മീയിലുള്ള തന്നെ എത്രയോ ആൾക്കാർ വലിയ സിനിമകളുടെ വലിയ ഭാഗങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ എണ്ണത്തിന് വേണ്ടി പറയല്ല, 65 സിനിമകൾ 5 ഭാഷകളിൽ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ സിനിമയുടെ ഒരു പ്രോബ്ലം എന്താ പറഞ്ഞാൽ, സിനിമ ഹിറ്റായാൽ ഒരുപാട് ആൾക്കാർ കണ്ടാലേ അതിനെപ്പറ്റി ആൾക്കാർ ഓർക്കുള്ളൂ. ഇപ്പോൾ ഈ 65 സിനിമ പറയുമ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകരെ വിചാരിക്കുന്നുണ്ടാവും ഏത് 65, ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ ലിസ്റ്റ് കൊടുത്ത് അവരാ പറയും. പക്ഷേ കണ്ട സിനിമയിൽ 8 or 10 ആയിരിക്കും സൂപ്പർ ഹിറ്റായിട്ടോ അല്ലെങ്കിൽ ഹിറ്റായിട്ടുള്ളത്. മനസ്സിനക്കരയോ ഇന്നത്തെ ചിന്താവിഷയോ അങ്ങനത്തെയൊക്കെ സിനിമകളൊക്കെ ഓർക്കുമായിരിക്കും ആൾക്കാർ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഹീറോ ആയിട്ട് അഭിനയിച്ച നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയുണ്ട് പ്രിയമാനസം. എത്ര പേര് കണ്ടിട്ടുണ്ടാവും? കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സിനിമയായിരുന്നു. IFFI ഗോവയിൽ ഓപ്പണിംഗ് ഫിലിമായിരുന്നു. ഇന്ത്യൻ പനോരമ തുറന്നത് ഓപ്പൺ ചെയ്തത് ആ ഫിലിം വെച്ചിട്ടായിരുന്നു. 2015 സ്പെഷ്യൽ കാറ്റഗറിയിൽ നാഷണൽ അവാർഡ് കിട്ടി. 27 ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ പോയി. ആരും അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കാഴ്ചപ്പാടാണ്. ഞാൻ വിശ്വസിക്കുന്നത് റെസ്പെക്ട് എ പേഴ്സൺ ഫോർ വാട്ട് ഹി ഈസ് ഓർ വാട്ട് ഷീ ഈസ്. ഇപ്പോൾ ഇതിനെ ഞാൻ 2 തട്ടായിട്ട് കാണില്ല. ആക്ടിങ് ഈസ് ആക്ടിങ്, റോസ് ഇസ് എ റോസ് എന്ന് പറയുന്ന പോലെ ആക്ടിങ് ഈസ് ആക്ടിങ്. പക്ഷേ ഓൺലി തിങ് ഈസ് ആൾക്കാർ കുറേയും കൂടി ഇപ്പം നമ്മൾ ടെലിവിഷൻ എന്ന് പറയുമ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നാലും അങ്ങനെ തിരിയുമ്പോൾ അത് അവിടെ നിൽക്കണമെന്ന് പറയും. സിനിമ എന്ന് പറയുമ്പോൾ എന്താണ്, പോയി ക്യൂവിൽ നിന്ന് ഒരു ഇരുണ്ട മുറിയിലിരുന്ന് 2.5 മണിക്കൂർ മാത്രം ശബ്ദമുണ്ടാക്കാതെ അല്ലെങ്കിൽ ആർത്തുല്ലസിച്ച് രണ്ടും ആവാം കാണുന്ന ഒരു സംഭവം, ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ്. അതുകൊണ്ടുണ്ടാവുന്ന മാജിക്കാണ് സിനിമ. യെസ്, അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ ഞാൻ 2 ചെയ്യുന്ന ആളായതുകൊണ്ട് ഐ ഡോണ്ട് നോ ഹൗ ഐ ഷുഡ് ലുക്ക് അറ്റ് ഇറ്റ്. ബിക്കോസ് ഇപ്പോഴും ഞാൻ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 2 സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐ ഡോണ്ട് നോ. പിന്നെ എല്ലാം ലക്കാണ് മോളെ. യു ക്യാൻ നെവർ സേ. ഇവരെത്ര കാലം നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, ഓഡിയൻസ് നമ്മൾ എത്ര കാലം സപ്പോർട്ട് ചെയ്യുന്നു, സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, അത്രയും കാലം നമുക്ക്. ഈ സീരിയൽ ചെയ്യുന്ന സമയത്ത് ഫാമിലി ഓഡിയൻസിന് ഒരു നമുക്കൊരു ഈ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം വീട്ടിലുള്ള ഒരാൾ ആ ഒരു രീതിയിൽ ഡെഫിനറ്റ്ലി ഇതിൽ ഫണ്ണിയസ്റ്റ് തിങ് ഈസ് കാണുന്നില്ല എന്ന് പറയുന്ന 90% ആൾക്കാരും കാണുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിൽ തന്നെ എൻ്റെ അടുത്ത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പറയും. അപ്പോൾ ഞാൻ പറയും ഞങ്ങൾ കാണാറില്ല. അപ്പോൾ ഞാൻ തെറ്റ് പറയില്ല. ബിക്കോസ് നമ്മളെല്ലാം കാണുമോ? എല്ലാവരും കാണില്ല. പക്ഷേ എൻ്റെ 2 മിനിറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഓരോ എപ്പിസോഡ് എടുത്തിട്ട് പറയും നിങ്ങൾ ആ ഡ്രസ്സ് ഇട്ടപ്പോൾ എങ്ങനെയായിരുന്നു, അപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റൊന്നുമല്ല, അത് അവർ ഓർക്കാതെ ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എവരി വൺ വാച്ചസ് ചിലതെങ്കിലും. ചേട്ടൻ ഈ ഇന്നത്തെ ചിന്താവിഷയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റിൽ നമ്മുടെ മൈൻഡിലുണ്ട്. ആ ഒരു ഓട്ടം നമുക്ക് മറക്കാൻ പറ്റില്ല. ശരിക്കും ആ ഒരു ഷൂട്ടിംഗ് ടൈമിൽ എങ്ങനെയായിരുന്നു? ലൈക്ക് എല്ലാവരും ചിരിച്ചോ? ഡെഫിനറ്റ്ലി. പക്ഷേ മോർ ദാൻ ദാറ്റ് സത്യൻ സാറൊക്കെ ഇത്തിരി വറീഡായിരുന്നു ഞാൻ അപ്സെറ്റ് ആവുമെന്നുള്ളത്. ബിക്കോസ് ഒന്നാമത് എൻ്റെ ഈ കഷണ്ടി തലയും എന്താ പറയുക സാധാരണ ഇരിക്കുന്ന രീതിയും കണ്ട വളരെ സീരിയസ് ആളാണെന്ന് ചിലവർ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി മനസ്സിനക്കരയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്, സത്യൻ സാറിൻ്റെ കൂടെ. പക്ഷേ ഇതിനെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇരുത്തി കുറച്ച് ക്ലാസ് എടുത്തു. അതായത് പറഞ്ഞു, ഇതൊരു കോമഡിയാണ്, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നതാണ്, അതായത് ഇങ്ങനെയൊന്നും ലേഡീസിൻ്റെ അടുത്ത് പെരുമാറരുതെന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആലോചിക്കണം, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻഹിബിഷൻസ് പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കമലഹാസൻ 16 വയതിനിൽ, ലാൽ സാർ തന്മാത്രയിലൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷെ ഞാൻ മനസ്സിലാലോചിക്കേണ്ട, സാർ ഇതൊന്നും പറയണ്ട, ഞാൻ തയ്യാറാണ്. ബിക്കോസ് വേറെ ഒന്നുമല്ല പറഞ്ഞതാണ്. പക്ഷെ ഞാൻ മനസ്സിലാലോചിച്ചത്, വിളിച്ചതാരാണ്? ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടി സിനിമ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹം ആ സിനിമ എങ്ങനെ ആ ഒരു സീൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഒരു ഫാമിലി ഓഡിയൻസിനുള്ള ആൾ അത് വളരെയായിട്ടോ മോശമായിട്ടോ ഒരിക്കലും പ്രസന്റ് ചെയ്യില്ല. സോ ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ഇറ്റ് വിൽ കം ഔട്ട് വെൽ. അപ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു.